നമ്മൾ പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സാധനമാണ് പേപ്പർ കപ്പ്. നമ്മൾ യാത്ര പോകുമ്പോഴും നമ്മളുടെ വണ്ടിയിലാണെങ്കിലും എന്നും ഉണ്ടാകുന്ന ഒരു സാധനമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് നമ്മളുടെ കിച്ചണിൽ ജോലികൾ എളുപ്പമാക്കാൻ പറ്റിയ കിടിലം എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക, കണ്ട് സപ്പോർട്ട് നൽകുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ നമ്മളുടെ ടിന്നിലൊക്കെ ആക്കുമ്പം ഏറ്റവും വലിയ പ്രശ്നമാണ് പുറത്തേക്ക് പോകുക എന്നുള്ളത് അല്ലേ? അപ്പം നമ്മൾ ഈ ഒരു പേപ്പർ കപ്പ് എടുത്തിട്ട് ഇതുപോലെ അടിഭാഗം മൊത്തം നമ്മൾ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു നല്ല ഒരു എന്താ പറയുക രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഇടുവാൻ സാധിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുപ്പിയിലേക്ക് ഇടുന്ന സമയത്ത് പല രീതിയിൽ അത് ചിതറി പുറത്തേക്ക് പോകും. എസ്പെഷ്യലി നമ്മൾ റവ, നമ്മളുടെ പഞ്ചസാര, ഉപ്പ്, ഇവയെല്ലാം അങ്ങനെയാണല്ലേ. പിന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാൽ മാത്രമേ ഒരു തരി പോലും പുറത്തില്ലാതെ ഇടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ പേപ്പർ കപ്പിൻ്റെ മേളിലേക്ക് നമ്മൾ എന്താണോ ഇടുവാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതുപോലെ, അതിപ്പം 5 കിലോ അരി നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഓട്ടയും വലുതും ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കും. അരി ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാനായിട്ട് എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ 1 2 പോയാലും നമുക്കത് പറക്കിയെടുത്ത് ഇടേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. അതില്ലാതിരിക്കാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ യൂസ്ഫുൾ. അതുപോലെ നല്ല ക്ലീനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഇടുവാൻ സാധിക്കും. ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാൻ നല്ലൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഒരു തരി പോലും വെള്ളമില്ലാതെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അത് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ഈ കപ്പ് കറക്റ്റായിട്ട് ഇരിക്കണം. നമ്മളുടെ മൂടുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന ആ രീതിയിലുള്ളൊരു പാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ആ ഒരു മൂടി ഭാഗം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു തരി അനങ്ങാത്ത രീതിയിൽ വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് യാത്ര പോകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഫുഡ് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബാഗുകൾ എത്രത്തോളം വേണം. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആകട്ടെ എന്തും ആകട്ടെ ഇതുപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. എത്ര ഇളകിയാലും അത് ഒരു ലീക്കും ഇല്ലാതെ തന്നെ നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഫ്രിഡ്ജിൽ പോയി ഓരോന്ന് എടുത്ത് നമ്മൾ എടുക്കുക എന്നുള്ളത് അല്ലേ? അപ്പോൾ രാത്രി തലേന്ന് തന്നെ നമ്മൾ TV ഒക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പിറ്റേന്ന് രാവിലെ ആവശ്യമായിട്ടുള്ള ഉള്ളി, സവാള, വെളുത്തുള്ളി ഇവയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിൽ എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം പോയി നമ്മൾ ഫ്രിഡ്ജിൽ പോയി എടുക്കുക അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ ഒരു ബോക്സ് നമ്മൾ അടുക്കളയിൽ നമ്മൾ അരിയുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ, ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് സ്പീഡിന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ജോലികൾ വളരെ എളുപ്പമാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ, നമ്മൾ കുടുംബമായിട്ട് സംസാരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ കരിഞ്ഞും നമ്മൾ വെളുത്തുള്ളി ഉലിച്ചും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ പിറ്റേന്ന് രാവിലെ ഇന്ന സാധനങ്ങൾ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് ഈവൻ നമുക്ക് പച്ചക്കറി വരെയും ഇതുപോലെ അരിഞ്ഞു വെക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. കുറേ സ്ഥലമൊന്നും ആവശ്യമില്ല. നമുക്ക് സ്റ്റോർ ചെയ്യാനും കുറച്ച് സ്പേസ് മതി. അതുപോലെ നമുക്ക്
പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ എടുത്ത് നമുക്ക് സ്പീഡിന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച സ്ത്രീകൾ ജോലികൾ വളരെ എളുപ്പമാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ജോലിക്ക് പോകുന്നവരാണ് കൂടുതൽ ബുദ്ധിമുട്ട്. രാവിലെ അരിയുക, പിടിക്കുക, ഓരോന്ന് ഫ്രിഡ്ജിൽ പോയി എടുക്കുക, എന്നിട്ട് അരിയുക. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിലേക്കും ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിരിക്കണം, വെള്ളത്തിൻ്റെ അംശമില്ലാതെ തന്നെ ക്ലീൻ ആക്കി എടുത്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ പേപ്പർ കപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള താളിക്കാനുള്ള സാധനങ്ങൾ, കടുക്, നമ്മളുടെ വറ്റൻ മുളക്, അതുപോലെ ജീരകം, കറിവേപ്പില, എന്താണോ നിങ്ങൾക്ക് നമ്മൾ എന്താണോ എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് താളിക്കാനൊക്കെ. ഇല്ലെങ്കിൽ നമ്മൾ ഉലുവ ഒരു സ്ഥലത്ത് പോയി എടുത്ത്, കടുക് ഒരു സ്ഥലത്ത് പോയി എടുത്ത്, എല്ലാം നമുക്കൊരു എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ബോക്സിൽ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് താളിക്കാനും എടുക്കുവാനും എല്ലാം വളരെ എളുപ്പമായിരിക്കും. ഒരു ബോക്സിൽ നമ്മൾ ഇതിൽ ഉപ്പ് വെക്കുന്നുണ്ട്. ഉപ്പ് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് കേടാകാതിരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഒരു ബോക്സിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഉപ്പും കൂടെ വെക്കുക. അപ്പോൾ പ്രാണികൾ വരാതിരിക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഒരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിന് ചെറിയൊരു ഓട്ടയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം വലുതൊന്നും വേണ്ട, ചെറിയൊരു ഓട്ടയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നമ്മളുടെ കുക്കറിൽ തിളച്ച് പുറത്തേക്ക് പോകുക. അത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അല്ലേ. അപ്പം നമ്മൾ പല രീതിയിൽ പല ടിപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ഒരു തുള്ളി പുറത്തു പോകുകയില്ല. അതുപോലെ തന്നെ വിസിൽ വരാനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നിങ്ങൾ ഇതൊരു പ്രാവശ്യം ചെയ്തു നോക്കി. ഈ ഒരു കപ്പ് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച ഒന്നും പറ്റില്ല കേട്ടോ. അതിൽ തെറിച്ചാലും ആ ഒരു എന്താ പറയുക, ആ ഇതിലൊന്നും പിടിക്കില്ല. നമ്മളൊന്ന് അതിൽ വന്നേക്കുന്ന വെള്ളം ഒന്ന് കൊട്ടിക്കളഞ്ഞാലും മതി കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. പല രീതിയിലുള്ള ടിപ്പുകളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ. ഈ ഒരു കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തരി, നമ്മളുടെ കുക്കറിൻ്റെ ആ ഒരു ഭാഗം ഒരു തരി പോലും ഇതായിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഓട്ടയിട്ടിട്ട് പുട്ടിൻ്റെ ചില്ലിട്ട് കൊടുക്കുക കേട്ടോ. ചില്ല് മസ്റ്റായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പുട്ടുപൊടി ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. ഇവിടെ തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് തേങ്ങ ഇടാത്തത്. ഇത് നമുക്ക് രാത്രിയൊക്കെ നമുക്ക് പലവർക്കും പല രീതിയിലായിരിക്കും അല്ലേ. ഒരാൾക്ക് പുട്ടാണെങ്കിൽ ഒരാൾക്ക് ദോശ, ഒരാൾക്ക് ഇടിയപ്പം, അങ്ങനെ പല രീതിയിൽ പലവരും ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ പുട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുട്ട് കഴുകാൻ മടിയുള്ളവർക്ക് ഇതൊന്ന് മസ്റ്റായിട്ടും ചെയ്ത് നോക്കട്ടോ. വളരെ എളുപ്പത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ആവി വരുന്നതുമാണ്. പെട്ടെന്ന് ആവി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കപ്പ് ഫുള്ള് നമ്മൾ ഇപ്പം ഞാനൊരു 5 പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 5 പുട്ട് ഉണ്ടാക്കാൻ ഈ ഒരു കപ്പ് കൊണ്ട് സാധിക്കുന്നതാണ് കേട്ടോ. വളരെ പെട്ടെന്നാകും. നമുക്ക് പുട്ട് കഴുകേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. അടുത്തായിട്ട് നമ്മൾ മരുന്നൊക്കെ കൊണ്ടുപോകുമ്പോൾ ബാഗിൽ വെക്കുമ്പോൾ ലീക്ക് ആകും എന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പേപ്പർ കപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ, ഒരു ഗ്ലാസിൻ്റെത്. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ബാഗിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ മറിഞ്ഞു പോയാൽ പോലും മറിയോ അല്ലെങ്കിൽ ശരിക്കും ഇരിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒന്നാമത് പനിയുടെ സീസൺ പോലെയാണ്. നമ്മൾ എവിടെ പോയാലും നമ്മൾ മരുന്ന് കരുതേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ബാഗിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കട്ടോ. ഒന്ന് അനങ്ങ പോലും ഇല്ല. അതുപോലെ അത് ലീക്കാവോ എന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മെഴുകുതിരി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആ മെഴുകിലേക്ക് ഞാൻ ക്രയോൺസാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ മഞ്ഞയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മഞ്ഞ ഇട്ട് കൊടുത്തു. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ നിങ്ങൾ ചെയ്യാട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മൾ വീട്ടിൽ നൽകുന്നതാണ് കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാശൊക്കെ കൊടുത്ത് ഓരോന്ന് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ വീട്ടിൽ ചെയ്ത് വെക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പോസിറ്റിവിറ്റി, നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം, നമ്മളൊരു കുടുംബത്തിനുണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പേപ്പർ കപ്പിലേക്ക് ഞാൻ ഈ ഒരു മെഴുക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ കളർ വേണം, എങ്ങനെയൊക്കെ വേണം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിവിടെ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. നമ്മളുടെ കർപ്പൂരം ഇട്ട് കൊടുക്കാം. എന്താണോ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഏതൊരു സ്മെല്ലാണോ ഇഷ്ടമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക. ഞാനിത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. വളരെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ സന്ധ്യാസമയങ്ങളിലൊക്കെ നിങ്ങൾ ഇതൊന്ന് കത്തിച്ച് വെച്ച് നോക്കട്ടാ. നിങ്ങളെ വീട്ടിൽ വേറൊരു ലെവൽ പോസിറ്റിവിറ്റി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മളിത് കാശ് കൊടുത്ത് വാങ്ങാനായിട്ട് നമുക്ക് കടകളിൽ കിട്ടും, പക്ഷെ നമ്മൾ ചെയ്യുമ്പം അതൊരു വേറെ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ബ്ലൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കളർ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഒരു നമ്മളുടെ തിരി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബഡ്സിൽ കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ നടുവിനെ വെച്ച് കൊടുക്കാം. അടുത്ത ലെയറിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സാമ്പ്രാണിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾ അവിടെ എന്താണ് പറയുന്നത്, ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ് പറയുന്നത്. നമ്മൾ ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്ന നമ്മൾ സന്ധ്യാസമയങ്ങളിൽ പുകക്കുന്ന ഒരു സാധനമാണിത്. അതിനുശേഷം ഞാൻ വേറൊരു കളറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ സാമ്പ്രാണിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊരു 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം ആ ഒരു പേപ്പർ കപ്പ് മേൽഭാഗം മാറ്റിയിട്ടുണ്ട്, താഴ്ഭാഗം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സ്റ്റാൻഡായിട്ട് അവിടെ ഇരുന്നോളും. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഒരു സന്ധ്യാസമയങ്ങളിൽ ഇതൊന്ന് കത്തിച്ച് വെച്ച് കൊടുക്കുക. നമ്മളുടെ കൊതുകിൻ്റെ ശല്യം, അതുപോലെ തന്നെ നമ്മൾ വീട് അടച്ചിടുന്ന സമയമാണല്ലോ, അപ്പോൾ ഒരു കാറ്റോട്ടം ഇല്ലാതെ ഒരു നെഗറ്റീവ് എനർജി പോലെ നമുക്ക് തോന്നും അല്ലേ. നമ്മൾ ജനലും വാതിലും എല്ലാം അടച്ചിടും. പക്ഷേ ഈ ഒരു മെഴുകുതിരി ഒന്ന് കത്തിച്ച് വെച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഏതൊരു സ്മെല്ലാണോ ഇഷ്ടം അത് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു നമ്മളുടെ കേക്കിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കേക്ക് മേടിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അത് പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ പേപ്പർ കപ്പ് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 5 എണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും നമ്മൾക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ തപ്പിയെടുക്കേണ്ട സാധനങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ എളുപ്പത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ കപ്പിൽ എന്തെങ്കിലും പെയിൻ്റൊക്കെ അടിക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ചെയ്യാതെ തന്നെ യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഇരിക്കുന്നുമുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് അടിഭാഗം കറക്കില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി തട്ട് കഴുകാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മളൊരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഒരു കയ്യിലാണ് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഒഴിക്കുന്നതെങ്കിൽ ഇതിൽ 2.5 കയ്യിൽ നമുക്ക് ഒഴിക്കാനായിട്ട് സാധിക്കും. ഒരു ഇഡ്ഡലി ഒരാൾക്കായിട്ട് കഴിക്കാനായിട്ടും സാധിക്കും. സമയവും ലാഭവും ഗ്യാസും ലാഭവും വളരെ സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും കിട്ടുന്നതാണ്. ഒരു ഇഡ്ഡലി ഒരാൾക്ക് കഴിച്ചാൽ മതി, വയറ് നിറയുകയും ചെയ്യും. നമുക്ക് ഇഡ്ഡലി തട്ട് കഴുകാതെ തന്നെ നമുക്ക് പണി തീർക്കുകയും ചെയ്യാം. കണ്ടില്ലേ, വളരെ എളുപ്പമല്ലേ. നമുക്ക് പാത്രം കഴുകുന്നത് അത്ര പാടായിട്ടുള്ള കാര്യമല്ല. ഇനി നമ്മൾ കടകളിൽ നിന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഈ അളവ് 1 കപ്പ് തന്നെ നമ്മളുടെ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമ്മളുടെ മൈദ കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്നിട്ട് നമ്മൾ ഇത് 2-3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നമ്മളുടെ കുട്ടികൾക്ക് വളരെ ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ യാതൊരു രീതിയിലുള്ള കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതും വെറും 10 മിനിറ്റ് മതി കേട്ടോ. ഇത് 2-3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പഞ്ചസാര കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു മൈദ നമ്മൾ അളന്നെടുത്ത കൊക്കോ പൗഡർ അളന്നെടുത്ത പാത്രത്തിന് 2 പാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഒരു കപ്പിന് തന്നെ 2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കപ്പ് നമ്മൾ എടുക്കുന്ന ആ ഒരു കപ്പിൻ്റെ അളവാണ് ഞാൻ ഈ പറയുന്നത്. 2 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം, ഒരു കട്ടയും പാടില്ല. എന്നിട്ട് നമുക്ക് പേപ്പർ കപ്പ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ വെറുതെ ബേക്കറിയിൽ പോയിട്ട് കുട്ടികൾക്ക് ഇത് നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ മൈദയും നമ്മളുടെ വാനില എസൻസും നമ്മളുടെ ബാക്കി സാധനങ്ങൾ ഇട്ടിട്ട് കപ്പ് കേക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൽ ചേർക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡയുടെ ഒക്കെ അളവ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മുട്ട ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് കുറച്ച് കുറക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കുറച്ചുകൂടി കഴിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ ഇതുപോലെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഓവൺ ഇല്ലാതെ തന്നെ നമ്മളുടെ ഒരു നോൺ സ്റ്റിക്ക് പാന് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ നടുവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു കപ്പ് കേക്ക് റെഡിയാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. നമ്മൾ കടകളിൽ നിന്നും അതും ഇതുമൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ പല രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിച്ചു തരാനായിട്ട് സമയം പരിധി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾ ലോങ് വീഡിയോ ആയാലും നിങ്ങൾക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളും വ്യത്യസ്തപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.